ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗോൾഡിൻ്റെ ലെവൽസ് ആൻഡ് ട്രേഡ് പ്ലാൻസ് ഒന്ന് നോക്കാം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 16-ാം തീയതി ജൂലൈ ആണ്. ജൂലൈ 16 റൈറ്റ്. ഇപ്പം ഗോൾഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലൊരു ഇപ്പം നല്ലൊരു ഫോള് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. റൈറ്റ്, ഗോൾഡൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫോൾ. അപ്പം നമ്മൾ ഓൾറെഡി ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് നിൽക്കുന്നത് ഇപ്പം 3327 എന്ന് പറയുന്നൊരു പോയിന്റിലാണ് ഇപ്പം കറൻ്റ്ലി ഗോൾഡ് ഉള്ളത്. 3327 അല്ലെങ്കിൽ 28 എന്നുള്ളൊരു പോയിന്റിലാണ് ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. സോ ഇതിൻ്റെ അടുത്തായിട്ട് ഗോൾഡിന് ഒരു 3320 തൊട്ട്, അതായത് 3320 തൊട്ട് 24 വരെ എന്നുള്ളത് ഇതൊരു സപ്പോർട്ട് സോണാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് വരാൻ സാധ്യതയുള്ളത് ഒരു 3317.50 3317 എന്നുള്ള ഒരു ഫിഗറിലേക്കാണ്, എന്നുള്ള നമ്പറിലേക്കാണ്. ഇത് മാർക്കറ്റ് ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ആദ്യം എന്ത് ചെയ്യണം? ഈ 339.5 എന്നുള്ളൊരു സോൺ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ പിന്നെ അപ്സൈഡിലേക്കുള്ള ഈ ലെവൽസ് എല്ലാം ടാർഗറ്റായിട്ട് വരത്തുള്ളൂ. റൈറ്റ്, മാർക്കറ്റിന് ഇവിടെ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. അതായത് 3375 എന്നുള്ളൊരു സോണിൽ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. അപ്പോൾ ഇതും നമുക്കൊരു സ്വിങ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൈറ്റ്. അപ്പം കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത് ഗോൾഡിൽ ഗോൾഡ് നമ്മൾ മന്ത്ലി അനാലിസിസ് ചെയ്തിരുന്നു. മന്ത്ലി അനാലിസിസിൽ ഗോൾഡിൽ ഇപ്പോഴും എന്താണ്, ഗോൾഡ് മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കഴിഞ്ഞിട്ട് ഗോൾഡ് എന്താണ്, ഒരു അപ്പർ സോണിൽ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മന്ത്ലി ക്യാൻഡിലാണ്. സോ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് മാർക്കറ്റിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷണൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ ഹൈയോ ഈ ലോയോ മാർക്കറ്റിലൊന്ന് ബ്രേക്ക് ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷണൽ മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്രയും കാലം ഒന്നെങ്കിൽ മാർക്കറ്റ് എന്തായിരിക്കും, ഒരു കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഡയറക്ഷണൽ കൺവിക്ഷൻ ഇപ്പോഴും, അതായത് ഒരു ബിഗർ ഡയറക്ഷണൽ കൺവിക്ഷൻ ഇല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം 2000 പിപ്പിൻ്റെ മൂവ്, 3000 പിപ്പിൻ്റെ മൂവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത് നമ്മളൊരു മന്ത്ലി ക്യാൻഡിൽ ബേസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ക്യാൻഡിൽ സൈക്കോളജിയിൽ സ്റ്റോറി ഓഫ് ദ ക്യാൻഡിൽ എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞാനിത് പ്രോപ്പറായിട്ട് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു അപ്പ് മൂവ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പ്രോപ്പറായിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഓവർ എക്സ്റ്റെൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക അപ്പ് സൈഡിലേക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് പെൻഡിങ് ആണ്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റിയുടെ ആവശ്യമുണ്ട്. ഇത് പ്രീവിയസ് ഒരു ക്യാൻഡിലിൻ്റെയും ലോ, മന്ത്ലി ക്യാൻഡിലിൻ്റെ ലോയും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഇതിങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഫേക്ക് ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ട് അപ്പ് സൈഡിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു റീട്രേസ്മെൻറ്റ്. ഇത് എവിടം വരെ വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഡേറ്റ എങ്ങനെയാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലേക്കും എൻ്റെ ഒരു പ്ലാനുണ്ട്. അപ്പം നമ്മൾ ഒരു മന്ത്ലി ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തത്രയും കാലം നമ്മളൊരു ഡെയിലി ലെവൽസ് വെച്ചിട്ടാണ് ഗോൾഡിൽ ഇപ്പം അനലൈസ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും. അപ്പം നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന 30 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് 30 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ്. അപ്പോൾ ഇതിലൊരു ട്രേഡ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സോണിലേക്ക് വരണം. ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ ഈ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ്, അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് ഡേറ്റ പ്രകാരം നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ളൊരു റിവേഴ്സലാണ് മാർക്കറ്റ് കിട്ടുന്നത്. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ സമയം വീഡിയോ ചെയ്യുന്നത് രാവിലെ 8:15-നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്രേക്ക് ചെയ്ത് ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് താഴത്തേക്കുള്ള ലെവൽ ടെസ്റ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് ഇപ്പോൾ പയ്യെ ബിയറിഷ് ട്രെൻഡിലേക്ക് ആയിട്ടുണ്ട്. അതായത് ബിയറിഷ് ട്രെൻഡിൻ്റെ സൈൻ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഗോൾഡ്, റൈറ്റ്. അപ്പം നമുക്കൊരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് താഴത്ത് ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റ്. ഇപ്പം ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് 3320 എന്ന് പറയുന്നത് ഇപ്പോഴും എത്രയാണ്, ഒരു 700 പിപ്പിൻ്റെ കറണ്ട് സിനാരിയോയിൽ ഇതിനൊരു ചാൻസ് ഉണ്ട്, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്കുള്ള ലെവൽസ് വരിക എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സോണിൽ വന്ന മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ പ്രകാരമാണ്, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഈ മാർക്കറ്റിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുക, മാർക്കറ്റ് ഇതിൻ്റെ താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്യുക, റിവേഴ്സൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബിയറിഷ് ഏതെങ്കിലും ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം എന്തെങ്കിലും ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 3306 എന്നുള്ളൊരു സോണ് നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു SL-ഓട് കൂടി നമുക്കൊരു 1:3 എന്നുള്ള റിസ്ക് റിവാർഡിൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ട്രേഡ് സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ 3306.5 എന്ന് പറയുന്ന സോൺ ബ്രേക്ക്, അതായത് സെയിം കണക്ക് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിയറിഷ് സൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ഈ 3292 എന്നുള്ളൊരു സോൺ നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് വരും. അതിൽ താഴെ കിടക്കുന്ന 3285 എന്നുള്ള സോണും നിങ്ങളുടെ ഒരു ടാർഗറ്റ് സോൺ ആയിരിക്കും. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു താഴത്തൊരു എൻട്രി, ഇതിൻ്റെ മുകളിൽ SL, നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, സെക്കൻഡ് ടാർഗറ്റ് ഇത്, റൈറ്റ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ഇല്ലെങ്കിൽ ഇത് വന്ന് ടാപ്പ് ചെയ്ത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്പ് സൈഡിലേക്കുള്ള സോൺസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഈ ഒരു ടോപ്പ് കാണുന്നുള്ളൂ, ഈ ടിപ്പ് പോയിന്റ്, ഇതിപ്പോൾ കറണ്ട് ഡേറ്റ വെച്ച് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം, റൈറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലെവൽസൊക്കെ ഗോൾഡിൽ ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്യുക. ഞാനിത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഈസി ആയിരിക്കും ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി, റൈറ്റ്. ഈ ലെവൽസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽസ് ആണ് ഞാൻ എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഒരു സോൺ അത് കഴിഞ്ഞ് അപ്പ് സൈഡിലേക്ക്, റൈറ്റ്. ഇങ്ങനെയാണ് ഞാൻ ലെവൽസ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ രണ്ടും കൂടെ ഇപ്പം അടുത്തൊരു ലെവലാണ്, ഈ ഒരു സപ്പോർട്ടും ഈ ഒരു ലെവലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റിനായിരിക്കും താഴത്തേക്കുള്ളൊരു എൻട്രി പോയിന്റ് വരുന്നത്. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴത്തേക്ക് ഒരു എൻട്രി പോയിന്റ്. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് മാർക്കറ്റിലെ മാഗ്നറ്റിക് സോൺസ്. അതായത് മാർക്കറ്റിൻ്റെ ഓവറോൾ മൂവ് എന്ന് പറയുന്നത് ഈ ഒരു സോണിലേക്കായിരിക്കും. ഇവിടുന്ന് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അതായത് നോക്കി, ഇവിടുന്ന് ഈ ഒരു സോണ് തൊട്ട് മാർക്കറ്റ് ഈ ഒരു സോൺ വരെ മൂവ് ചെയ്തു, മനസ്സിലായി. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് താഴത്തേക്ക് വീണു, അത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വന്നു. അപ്പോൾ മാർക്കറ്റിനൊരു
മൂവ് എന്ന് പറയുന്നത് ഇവിടെയും ആ ഒരു യെല്ലോ സോൺ ഉണ്ടായിരുന്നു, അത് മിറ്റിഗേറ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കറൻസി കാണിക്കാത്തത്. ഇനിയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 3290 എന്നുള്ളൊരു സോണാണ്. മനസ്സിലായോ? നമ്മൾ അതിനിങ്ങനെ റൈഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഈ ലെവൽസൊക്കെ മാർക്കറ്റിൽ മാർക്ക് ചെയ്യുക 3285.5, 3306.5, 3317.5, 3339.5, 3345, 3363.5. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം ചെക്കൗട്ട് ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഗോൾഡിൻ്റെയും ബിറ്റ് കോയിൻ്റെയും അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെയും പിന്നെ നമുക്ക് ഈസി മണി ആയിട്ട് കിട്ടുന്ന സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെയും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാണുന്നതെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അതിൻ്റെയും നമ്മൾ ലെവൽസും ട്രേഡ് പ്ലാൻസും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കുക. നിങ്ങൾക്ക് മറ്റുള്ള ചാനലുകളിൽ നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.